ഇവരെയൊന്നും നമ്മൾ ബൈക്കേ ചെയ്യരുത്. അപ്പോൾ എനിക്ക് ശത്രുക്കളില്ലാത്തത് കൊണ്ടാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന ഒരു മെസ്സേജാണ്, ചേച്ചിക്ക് എന്താ പ്രശ്നം, ചേച്ചിയുടെ റീൽസ് ചേച്ചി ഹാപ്പിയാണ്, ചേച്ചി വീഡിയോസിൽ ചേച്ചി ഹാപ്പിയാണ്. എൻ്റെ പൊന്നു മക്കളെ, എന്നെയൊക്കെ പെടുത്തുന്ന പാട് എത്രത്തോളം ആണെന്ന് ആർക്കും അറിയത്തില്ല. അമ്മാതിരി പാട് കേട്ടിട്ടാണ് ഞാനൊക്കെ ഇരിക്കുന്നത്. പിന്നെ നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, അതുകൊണ്ട് മാത്രമാണ് ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അപ്പം ഈ എൻ്റെ കഥയൊക്കെ ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 4 ദിവസം നിർത്താതെ കരയാനുള്ളതുണ്ട്. പക്ഷെ നമ്മളതൊന്നും കാര്യമാക്കി എടുക്കണം. അപ്പോൾ ധൈര്യമായിട്ടിരിക്കുക സ്ത്രീകൾ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യും. ഈ വലിയ സ്കാമിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും ഉടനെ തന്നെ നമ്മൾ പുറത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് സഹകരണം ഒക്കെ എനിക്കിപ്പോൾ ഉണ്ടാവണം. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഇപ്പോൾ എനിക്കിങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് പല കാര്യങ്ങൾ വരുമായിരിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇത് ആവർത്തിക്കരുത്. ഇപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നു, ഞാൻ തന്നെ ഒന്ന് ചിന്തിച്ചിരിക്കുക. അതൊക്കെ പറയാം. ഒന്ന് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഇൻസിഡൻറ്റ് ഉണ്ടായി, നമ്മളെക്കുറിച്ച് ഒരു അപവാദം പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മരണപ്പെട്ടു പോയ എന്ത് ഒരു ജീവനല്ലേ. ദയവ് ചെയ്ത് എൻ്റെ കുറേ ചേട്ടന്മാരൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ സ്ത്രീകളെ അപമാനിക്കരുത്. നമ്മൾ കളിയാക്കുക പോലും ചെയ്യരുത്. എന്തിനാ ഒരു സ്ത്രീയുടെ ശാപം, അത് ആ കണ്ണീര്, അതൊക്കെ ഒരു വലിയ വിലയുള്ളതാണ്. തെറ്റ് ചെയ്യുന്നവരെ നിങ്ങൾ റിഗ്രറ്റ് ചെയ്തൊക്കെ സംസാരിച്ചോ, പക്ഷെ ഒരാളോടുള്ള മോശമായിട്ടുള്ള അവരുടെ രീതിക്ക് നിൽക്കാത്തതിൻ്റെ പേരിലൊന്നും ആരെയും അപമാനിക്കരുത്. നമ്മൾ ഒരു മനുഷ്യന് 100 വയസ്സ് ആയുസിൽ 50, 60, 70, 80, 90, 100 വരെയൊന്നും ആരും പോകത്തില്ല. അതിനുള്ളിലുള്ളൊരു ചുരുങ്ങിയ സമയത്താണ് നമ്മുടെ ജീവിതം. അതിന് റീച്ചിനും വേണ്ടി, നേറ്റീവ്സത്തിനും വേണ്ടി, സ്വന്തം താല്പര്യത്തിനും വേണ്ടി ഒരാളെ ഹരാസ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നോ, ഭയങ്കര മോശമല്ലേ. അതൊക്കെ ചെയ്യരുത് കേട്ടോ, ചെയ്യരുത്. എൻ്റെ വീഡിയോ കാണുന്ന ചേട്ടന്മാർ ഒരു അനിയത്തി പറയുന്ന രീതിയിൽ മാത്രം എടുക്കുക. സ്ത്രീകളെ അപമാനിക്കരുത് ചേട്ടന്മാരെ.